എൻ്റെ പേര് ഡെയ്സി. ഞാൻ തൃശ്ശൂർ രൂപത വരപൂരിൽ നിന്ന് വരുന്നു. എനിക്ക് 40 വർഷമായിട്ട് ഉള്ള ജലദോഷവും തുമ്മലൊക്കെ ആയിരുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേനും തുമ്മൽ തുടങ്ങി വലിയ തുണി വേണം, അത് മൂക്കിങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ 2 പ്രാവശ്യം വൺ ഡേ കൺവെൻഷന് വന്നു കൂടി. പിന്നെ ഫെബ്രുവരി മാസത്തിൽ താമസിച്ചുള്ള ധ്യാനവും കൂടിയിരുന്നു. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഇത് കൂടിക്കഴിഞ്ഞപ്പോൾ പിന്നെ 90 ദിവസം ഞങ്ങൾ അത്ഭുത ജപമാല ഞാൻ മുടങ്ങാതെ കൂടിയിരുന്നു. അപ്പോൾ എനിക്കിത് മാറിക്കിട്ടി. അപ്പോൾ ഞാൻ സാക്ഷ്യം പറയാൻ താമസിച്ചു. അപ്പോൾ അച്ഛൻ ഇപ്പോൾ 1 വർഷമായി. നല്ലൊരു കൈയ്യടി കൊടുത്ത് 40 വർഷമായിട്ടുള്ള മൂക്കൊലിപ്പ്, ജലദോഷം, വലിയ തോർത്തുകൊണ്ടൊക്കെയാണ് ഈ മൂക്കിന്ന് വരുമ്പോൾ ഉപയോഗിക്കുകയെ. അച്ഛൻ പറഞ്ഞു ഡെയ്സി എവിടെ, ഡെയ്സിക്ക് കിട്ടിയ സാക്ഷ്യമൊന്നും സാക്ഷ്യം പറഞ്ഞിട്ടില്ല, അനുഗ്രഹത്തിനൊന്നും സാക്ഷ്യം പറഞ്ഞിട്ടില്ല. പല പ്രാവശ്യം പറഞ്ഞു അനുഗ്രഹിക്കുന്നുണ്ട്, നല്ലോണം പ്രാർത്ഥിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കൊറോണ വന്നതിന് ശേഷം എനിക്ക് ഭയങ്കര ശ്വാസമുട്ടായിരുന്നു. അങ്ങനെ കുറേ ഡോക്ടർമാരെയൊക്കെ അടുത്ത് പോയി. അന്നേരം കുറച്ച് കഴിയുമ്പോൾ മാറും. ഞാൻ ഇൻഹേലർ വലിക്കലുണ്ടായിരുന്നു. അങ്ങനെ ഇത് അത്ഭുത ജപമാലയൊക്കെ കൂടിയതിന് ശേഷം എനിക്കിതെല്ലാം മാറി കിട്ടി. പക്ഷെ സാക്ഷ്യം പറയാതായപ്പോഴത്തേനും പിന്നെ ഇത് പിന്നെ വരാൻ തുടങ്ങി. അപ്പം ഇന്നലെ ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എല്ലാ ദിവസവും രാവിലെ കുളിക്കുന്നുണ്ട്. ഒരു ജലദോഷമില്ല, ശ്വാസമുട്ടലില്ല, സ്റ്റെപ്പൊക്കെ ഓടി കയറിയാലും ഒരു കുഴപ്പമില്ല. പിന്നെ ദൈവത്തിന്റെ സ്വഭാവം പഠിക്കട്ടാ. അച്ഛന് കുറേ അറിയാം ദൈവത്തിന്റെ സ്വഭാവം. എൻ്റെ അനിയത്തിക്ക് കിട്ടിയൊരു സാക്ഷിയാണ്. അവള് സിസ്റ്ററാണ്, ജർമ്മനിയിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ അവൾക്ക് കുറേ ദിവസമായിട്ട് ശബ്ദം ഉപയോഗിക്കുമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ അത്ഭുത ജപമാല കൂടിയാൽ മതി, അതിൽ എല്ലാവർക്കും നല്ല രോഗശാന്തി കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളന്ന് ഞാനും ചേട്ടനും കൂടെ പിന്നെ ജപമാല ലൈവായിട്ട് കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അച്ഛൻ പറഞ്ഞു, പിന്നെ ഒരു ശബ്ദം പോയ ഒരാൾക്ക് ശബ്ദം തിരിച്ചു കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഉറച്ച് വിശ്വസിച്ചു അനിയത്തിക്ക് തന്നെയാണ്. പിറ്റേ ദിവസം വിളിച്ച് ചോദിച്ചു. അന്നേരം പറഞ്ഞു, ഞാൻ ജപമാല തലേദിവസം കൂട്ടിയിട്ടില്ല, പിറ്റേ ദിവസം കൂടാൻ തുടങ്ങിയപ്പോഴത്തേനും ശബ്ദം ഫുള്ള് തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഭയങ്കര അതിശയായി. ജോലിക്കൊന്നും പോകാതെ അവിടെ അവരുടെ ഹൗസിൽ ഇരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ ലിങ്കൊക്കെ അയച്ചു കൊടുത്തു. അവർക്കൊക്കെ ഭയങ്കര അത്ഭുതമായി. അവരെല്ലാവരും അങ്ങനെ മലയാളികളൊക്കെ കൂടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ പിന്നെ പൂതോച്ചാരണ വസ്തുക്കളെല്ലാം ഉപയോഗിക്കാറുണ്ട്. പിന്നെ കുന്തിരിക്കം പോയിക്കാറുണ്ട്, ആനവെള്ളം തളിക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്നും ആനവെള്ളം തൊട്ട് കുരിശ് വരച്ചിട്ടാണ്. പിന്നെ ബന്ധന പ്രാർത്ഥന ഞാനും ചേട്ടനും കൂടെ എല്ലാ ദിവസവും ഞങ്ങൾ പ്രാർത്ഥന കഴിയുമ്പോൾ 2 പേരും കൂടെ ഇരുന്ന് ചെല്ലാറുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് ഭയങ്കര കൊതുക് ശല്യമായിരുന്നു. അങ്ങനെ കൊതുക് ശല്യം, പട്ടിശല്യം, അങ്ങനെ പാറ്റശല്യം ഇതെല്ലാം മാറിക്കിട്ടി. പിന്നെ അന്തോണീസ് പുണ്യാളിൻ്റെ ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് മുഴുവൻ പറഞ്ഞാൽ തീരാത്ത അത്രയോ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാം. നന്ദി പറയാം. കണ്ടോ?